ഇതിന് ഇടക്കൊച്ചിയിൽ ആന ഇടഞ്ഞ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ ബോക്സിൽ കാണുന്നുണ്ടല്ലോ. ഉത്സവത്തിനെത്തിച്ച് ആനയാണ് ഇടഞ്ഞത്. കുറേ വാഹനങ്ങളൊക്കെ ആന തകർത്തു കഴിഞ്ഞു. ഇപ്പോൾ ശ്യാം കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്യാം, ഇടക്കൊച്ചിയിൽ വരേണ്ട ആനയുടെ കൂടുതൽ വിശദാംശങ്ങൾ. നിലവിൽ ആ ആന മതിൽക്കെട്ടിന്റെ അകത്തുണ്ടായിരുന്ന വാഹനങ്ങൾ, ഒരു വലിയ വാഹനങ്ങൾ, 2 കാറുകൾ, ഒരു വാൻ എന്നിവ തകർത്തു കഴിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഭാഗത്തേക്ക് മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആനയെ ഇതുവരെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, എലിഫന്റ് സ്ക്വാഡ് ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നിലവിൽ ആനയെ തളയ്ക്കാൻ സാധിച്ചില്ല. പക്ഷേ ആന കൂടുതൽ അക്രമകാരിയാകുന്നു. അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളോടൊക്കെ അതിന്റെ രോഷം തീർക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന 2 കാറുകളും ഒരു വാനും ഉൾപ്പെടെ കുത്തിമറിച്ചിട്ടുണ്ട്. ചില ബൈക്കുകളൊക്കെ അടിച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആനയെ നിലവിൽ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ, ആനയെ പ്രകോപിപ്പിക്കാതിരിക്കാനായിട്ട് ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആന കോമ്പൗണ്ടിന്റെ പുറത്തേക്ക് വരാത്തതാണ് ഇപ്പോൾ ഏറ്റവും ഇപ്പോൾ സുരക്ഷ ഉറപ്പാക്കുന്ന ഘടകം. അത് ആ കോമ്പൗണ്ടിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകും. ഒരു കാരണവശാലും ആനയെ ഇപ്പോൾ നിയന്ത്രിക്കാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ഏതായാലും വളരെ വേഗത്തിൽ തന്നെ ആനയെ തളയ്ക്കാനാകുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുകയാണ്. പക്ഷെ ഇതുവരെ ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടുമില്ല. ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ കോമ്പൗണ്ടിന് പുറത്ത് വലിയ ഗതാഗതമുള്ള ഒരു റോഡാണ്. അവിടെ ജനവാസ കേന്ദ്രമുണ്ട്, ധാരാളം കടകളൊക്കെ ഉണ്ട്. അത് അങ്ങനല്ലേ ശ്യാമ? അതിന്റെ പശ്ചാത്തലം, അതിന് പുറത്ത് റോഡും വാഹന ഗതാഗതമുള്ള റോഡൊക്കെ അല്ലേ അല്ലേ? തീർച്ചയായും വിജയകുമാർ, കാരണം ഇടക്കൊച്ചിയാണ്, വലിയ ജനവാസ മേഖലയാണ്. ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് തന്നെ സംസ്ഥാനപാതയോട് ചേർന്ന് തന്നെയുള്ള സ്ഥലത്താണ്. അവിടെ റോഡിലൂടെ ഒക്കെ ഈ ഒരു സമയം, വൈകുന്നേരം സമയമൊക്കെ ആലപ്പുഴ ഭാഗത്തേക്കും എറണാകുളം ഭാഗത്തേക്കും ഒക്കെ വലിയ വാഹനങ്ങളൊക്കെ കടന്നു വരുന്ന തിരക്കുള്ളൊരു പ്രദേശം കൂടിയാണ്. ആ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ആന ഇടഞ്ഞ ക്ഷേത്രത്തിൽ ആ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനയെ ഒരു തരത്തിൽ, ഒരു ഹോണിന്റെ ശബ്ദം പോലും ഒരുപക്ഷെ ആനയെ കൂടുതൽ പ്രകോപിതനാക്കും. അതുകൊണ്ടാണ് വളരെ മുൻകരുതൽ പോലീസും ക്ഷേത്രം ഭാരവാഹികളും ഒക്കെ ചേർന്നെടുത്തിരിക്കുന്നത്. അവിടെ വാഹനങ്ങൾ ഒരു വശത്ത് തടയുന്നുണ്ട്, ആൾക്കൂട്ടം മാറി നിൽക്കാനായിട്ട് ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള മുൻകരുതലുകളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ആനയെ തളയ്ക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായ കാര്യം. അത് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നുണ്ട്. ആനക്കലിയൊട്ട് ഒടുങ്ങുന്നുമില്ല. അത് പരിസരത്തുണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ അടിച്ചും കുത്തിയും ഒക്കെ മറിച്ചിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മതിൽ പൊളിച്ചു. മതിൽ പൊളിച്ചു. അതെ, ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന മതിലിന്റെ ഒരു ഭാഗം തകർക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ആനയുടെ കലി കണ്ടു നിൽക്കാൻ മാത്രമാണ് സാധിക്കുക. കാരണം അവിടെ അതിനെ തളയ്ക്കണമെങ്കിൽ എലിഫന്റ് സ്ക്വാഡ് എത്തണം, അല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പാപ്പാമാർ പറയുന്നത് വകവെക്കാതെ തന്നെ അത് മുന്നോട്ട് പോവുകയാണ്. വളരെ ശാന്തനായി ക്ഷേത്രോത്സവത്തിന് കൊണ്ടുവരികയും ആറാട്ടിന്റെ എഴുന്നള്ളത്തിന് വേണ്ടി കുളിപ്പിച്ച് അങ്ങനെ ഒരുക്കാനായിട്ട് തയ്യാറെടുക്കുന്നതിനാണ് ആന ഇടഞ്ഞിരിക്കുന്നത്. എന്താണ് പെട്ടെന്നുള്ള പ്രകോപനം എന്ന് പോലും അറിയില്ല. ചെറിയ കാര്യങ്ങളൊക്കെ മതി ആന മിക്കവാറും ഇടയാനായിട്ട്. പക്ഷേ നിലവിൽ മറ്റാർക്കും അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന വസ്തുവകകൾക്ക്, പ്രത്യേകിച്ച് വാഹനങ്ങൾക്കുൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ആന അവിടെ നിൽക്കുന്നത്. അവിടെ ആ മതിലിന്റെ ഒരു ഭാഗം തകർത്തിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ മാറാൻ നിലവിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആനയെ ഇതുവരെ തളയ്ക്കാൻ സാധിച്ചിട്ടുമില്ല. ഓക്കെ, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇടക്കൊച്ചിയിൽ ആന ഇടഞ്ഞു എന്ന വാർത്തയാണ് വരുന്നത്. ഇപ്പോൾ ഒരു ബോക്സിൽ പ്രേക്ഷകർ കാണുന്നത് ഈ ഇടക്കൊച്ചിയിൽ ഇടഞ്ഞ ആനയുടെ വിശദാംശങ്ങളാണ്. ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത്. ഈ ആന കുറേ വാഹനങ്ങളൊക്കെ തല്ലി തകർത്തു.